ചെമ്പൈ സംഗീതോത്സവത്തോടനുബന്ധിച്ചുണ്ടായ വിവാദങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ വിമർശനവുമായി സംഗീതജ്ഞൻ ഡോക്ടർ കെ.എൻ. രംഗനാഥ് ശർമ്മ. സംഗീതോത്സവത്തിൽ നിന്ന് ബോർഡ് തന്നെ ഒഴിവാക്കി. ചെമ്പൈ പുരസ്കാര ജേതാവിനെ കണ്ടെത്താനുള്ള ജൂറിക്ക് മേൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായി. ഇതിനെ എതിർത്തതിന്റെ പേരിൽ സംഗീതോത്സവത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയായിരുന്നുവെന്നും രംഗനാഥ് ശർമ്മ തുറന്നടിച്ചു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിൽ നിന്നും അപ്രതീക്ഷിതമായാണ് കർണാടക സംഗീതജ്ഞൻ രംഗനാഥ ശർമ്മയെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയത്. ഇതിനെതിരെ പ്രതിഷേധിച്ചും സംഗീതജ്ഞന് പിന്തുണയറിയിച്ചും കേരള ബ്രാഹ്മണ സഭ സംഘടിപ്പിച്ച പരിപാടിയിലാണ് രംഗനാഥന്റെ ദേവസ്വത്തിനെതിരെയുള്ള വിമർശനം. ചെമ്പൈ പുരസ്കാര ജേതാവിനെ കണ്ടെത്താനുള്ള സമിതി അംഗമായിരുന്നതിന്റെ പേരിലാണ് സംഗീതോത്സവത്തിൽ അവസരം നിഷേധിച്ചത്. എന്നാൽ പുരസ്കാര നിർണയത്തിലുണ്ടായ രാഷ്ട്രീയ ഇടപെടലുകളെ താൻ എതിർത്തതാണ് ഇതിനുള്ള യഥാർത്ഥ കാരണമെന്ന് രംഗനാഥൻ പറഞ്ഞു. കമ്മിറ്റി കൂടിയ സമയത്ത് എനിക്ക് സൂചനകൾ തന്നിരുന്നു, ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത്. ഇവരുടെ സംഗീതത്തിന്റെ കോൺട്രിബ്യൂഷനും അനുസരിച്ച്, അവരുടെ ലൈഫ് ടൈം കോൺട്രിബ്യൂഷനും അനുസരിച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ എനിക്കത് ന്യായമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നി. കാരണം അത് വളരെ ചെറുപ്പക്കാരനായ ഒരു മ്യൂസിഷ്യനാണ്. ഇത്രയും വലിയ മുതിർന്ന സംഗീതജ്ഞരെ അവഗണിച്ചുകൊണ്ട് ഒരു യങ്സ്റ്ററായിട്ടുള്ളൊരു പേര് അവർ സജസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും താൽപര്യമുള്ള ആൾക്ക് പുരസ്കാരം നൽകാൻ ആദ്യ നിർദ്ദേശമുണ്ടായിരുന്നു. നിലവിലെ അവാർഡ് ജേതാവിനെ അപേക്ഷിച്ച് ചെറുപ്പക്കാരനായ ഒരാളെയാണ് ബോർഡ് നിർദ്ദേശിച്ചത്. ഇത് എതിർത്തതോടെ തനിക്ക് വിലക്ക് കൽപ്പിക്കുകയായിരുന്നുവെന്നും രംഗനാഥൻ വിമർശിച്ചു. ഗുരുവായൂരിൽ നടക്കേണ്ട സംഗീത പരിപാടി ഉപേക്ഷിച്ചതോടെയാണ് പിന്തുണയറിയിച്ച് ബ്രാഹ്മണ സഭ തൃശൂരിൽ രംഗനാഥനായി പ്രത്യേക വേദിയൊരുക്കിയത്. പരിപാടിയോടനുബന്ധിച്ച് നടന്ന കച്ചേരിയിൽ ബ്രാഹ്മണ സഭാ പ്രവർത്തകരും പൊതുജനങ്ങളുമടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. മീഡിയ 1 തൃശൂർ.